بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇന്നെടുക്കുന്ന വീഡിയോ 215 സൂറത്തുൽ ആദിയാത്താണ് ഇന്നെടുക്കുന്നത്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. 11 ആയത്തുകൾ മാത്രമേ ഈ സൂറത്തിലുള്ളൂ. ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തമായി പറയുകയാണെങ്കിൽ 5 ആയത്തുകൾ ഫുൽആദിയാത്തി ളബഹൻ ഫൽമൂരിയാത്തി ഖദഹൻ ഫൽമുഗീറാത്തി സുബ്ഹൻ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅ. ഇങ്ങനെ 5 ആയത്തുകൾ അള്ളാഹു സത്യത്തിന് ഉപയോഗിച്ചതാണ്. സത്യം ചെയ്തു കഴിഞ്ഞിട്ട് എന്താണ് സത്യം ചെയ്ത് പറയുന്നത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ വളരെ നന്ദിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ 11 ആയത്തുകൾ മാത്രം ഈ സൂറത്തിലുണ്ട്. ആദ്യമായിട്ട് സൂറത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളുടെ കുതിരകളെ പറ്റി സത്യം ചെയ്യുക. കുതിരകളെ കൊണ്ട് സത്യം ചെയ്യുക. അള്ളാഹുവിന് സൃഷ്ടികളിൽ ഏതിനെ കൊണ്ടും സത്യം ചെയ്യാമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. സൃഷ്ടികൾക്ക് സത്യം ചെയ്യാൻ അള്ളാഹുവിനെ മാത്രമേ പറ്റുള്ളൂ. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള സത്യങ്ങളെല്ലാം ബാത്തിലാണ്. സൃഷ്ടികൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ചെയ്യുന്ന സത്യങ്ങൾ ബാത്തിലാണ്. അത് ശരിയല്ല, അത് ഹറാമാണ്. എന്നാൽ സൃഷ്ടികളെ അള്ളാഹുവിന് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അത് ഭൂമി വല്ല അസ്സമായി വമാ ബനാഹ, ആകാശത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ കുതിരയെ കൊണ്ട് സത്യം ചെയ്യുന്നു. അത് അപ്പോൾ അങ്ങനെയുള്ള സത്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ സത്യങ്ങളാണ്. ഈ അള്ളാഹുവിൻ്റെ സത്യങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കൾ വിഭിന്നമാണ്. ഈ സൂറത്തിൽ ഉപയോഗിച്ചത് വൽ ആദിയാത്തി ലബഹൻ, വാവ് ഖസ്മിന്റെ വാവ. വൽ ആദിയാത്തി എന്ന് പറഞ്ഞാൽ ഓടുന്ന കുതിരകൾ. ലബഹൻ കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ശത്രുവിൻ്റെ മേൽ ചാടി വീണ് ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടി. യുദ്ധവേളയിലാണ്. യുദ്ധം നടക്കുന്നത് ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അള്ളാഹുവിൻ്റെ സബീലിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട കുതിരകളുടെ ഫംഗ്ഷനാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്, സത്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൽആദിയാത്തി, ഓടുന്ന കുതിരകളെ തന്നെ സത്യം. ഓടുന്നത് എന്തിനാ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഓടുന്ന കുതിരകൾ. ലബഹൻ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് ഓടുകയാണ്. ക്ഷീണിച്ച കുതിരകളല്ല, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമൊന്നുമില്ല. വളരെ ആക്റ്റീവാണ്. വളരെ ശക്തമായ നിലപാടിൽ ഓടുകയും യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്ന കുതിരകളാണ്. അങ്ങനെയുള്ള കുതിരകളെ കൊണ്ട് സത്യം ചെയ്യുക. ഇതിന്റെ തഫ്സീർ വൽ ആദിയാത്തി ലബഹൻ എന്നുള്ളതിന്റെ തഫ്സീർ അൽ മുസ്രിയാത്ത്, വേഗത്തിൽ ഓടുന്ന കുതിരകൾ എന്നാണ്. ഫിൽ കറി, ഓട്ടത്തിലും, അലൽ അതുവി, കറി ജാടി വീഴാൻ വേണ്ടി ശത്രുവിന്റെ മേൽ അക്രമങ്ങൾ അടിച്ചുവിടാൻ വേണ്ടി വളരെ വേഗത്തിൽ ഓടുന്ന കുതിരകൾ എന്നാണ്. ലബഹി എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് എന്നാണ്. ലബഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം കിതപ്പ്, ഓടി ഓടി കിതച്ചുപോയി എന്ന് പറയല്ലോ നമ്മൾ. അങ്ങനെ കിതപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒന്നുകിൽ ക്ഷീണമാണ്, അല്ലെങ്കിൽ ആ ക്ഷീണമില്ലാത്ത ഒരവസ്ഥയാവാം. ഓടി ഓടിയിട്ട് കിതച്ചാൽ പിന്നെ ക്ഷീണം, അതല്ലെങ്കിൽ ആ കിതപ്പ് മാറിയാൽ പിന്നെ മുമ്പത്തെ പൂർവ്വസ്ഥിതിയിൽ പിന്നെ ക്ഷീണമില്ലാത്ത അവസ്ഥ ഇങ്ങനെ വരാം. അപ്പോൾ ക്ഷീണം എന്ന് പറയുന്ന ഈ കുതിരക്കില്ല. ഈ കുതിരകളെല്ലാം വളരെ ശക്തന്മാരായ കുതിരകളാണ്. യുദ്ധത്തിൽ അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ കുതിരകളാണ്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യോദ്ധാക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കുതിരകളാണ്.
അതാണ് വല്ലാദിയാത്തി ദബഹൻ എന്ന് പറഞ്ഞാൽ. വൽ മൂരിയാത്തി ഖദഹൻ. മൂരിയാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കുളമ്പുകൾ കല്ല് സ്പർശിക്കുമ്പോൾ തീപ്പൊരി പാറിക്കൊണ്ടിരിക്കുക. യുദ്ധത്തിൻ്റെ ഓട്ടവും ചാട്ടവും കുതിരയുടെ ഫങ്ഷൻ മൂലം അതിവേഗത്തിൽ കല്ലിൽ കാലുകൾ കുളമ്പുകൾ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീപ്പൊരി പാറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുതിരകളെ കൊണ്ടും സത്യം ചെയ്യുക. തീപ്പൊരി പാറിപ്പിക്കുന്ന കുതിരകളെ കൊണ്ടും സത്യം എന്നാണ് മൂരിയാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് അവര് ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ കാലുകൾ കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പൊരി പാറിപ്പിക്കുക. അങ്ങനെയുള്ള കുതിരകളെ കൊണ്ടും സത്യം എന്നാണ് അല്ലാഹു തആല രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. ഇതിന്റെ തഫ്സീർ ഫൽ ഖൈലുല്ലത്തി തുഖ്രിജു ശറൻ നാരി. തീപ്പൊരികൾ പുറപ്പെടുവിക്കുന്ന കുതിരകളെ തന്നെ സത്യം. അതിന് കാരണം അതിന്റെ കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പൊരി ഓട്ടത്തിന്റെ ശക്തി അനുസരിച്ച് ആണത് ഉണ്ടാവുന്നത്. പിന്നെ മൂന്നാമത്തെ ആയത്ത് ഫൽ മുഗീറാത്തി സുബ്ഹാൻ. ഫൽ മുഗീറാത്തി എന്ന് പറഞ്ഞാൽ അക്രമം അഴിച്ചുവിടുന്ന കുതിര, കടന്ന് ആക്രമിക്കുന്ന കുതിരകൾ, ശക്തിയായ ആക്രമണം നടത്തുന്ന കുതിരകൾ. സുബ്ഹൻ സുബഹി സമയത്ത് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് പിന്നെ ശത്രുവിന്റെ മേൽ ആക്രമണം അഴിച്ചുവിടുന്ന കുതിരകൾ. ആ കുതിരകളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്യുക. അപ്പൊ അങ്ങനെ 3 തരം കുതിരകളാണ് ഇവിടെ ഈ ആയത്ത് 3 ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അവയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു പറയാം. പിന്നെ അതിന്റെ പുറമെ ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅൻ, ഈ 2 ആയത്ത് ആ കുതിരകളുടെ നിലപാട് പറയാണ്. ഇതേ കുതിരകൾ തന്നെയാണ്. അവ ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം, അവിടെ ആ രംഗത്ത് പൊടിപടലങ്ങൾ സൃഷ്ടിക്കുക. ഫഅസർന ബിഹി നഖഅൻ, പൊടിപടലങ്ങൾ സൃഷ്ടിക്കുക, അത് ഇളക്കി വിടുക. ഇത് ഈ കുതിരയുടെ ഓട്ടങ്ങളും ചാട്ടങ്ങളും അനുസരിച്ച് ഉണ്ടാവുന്ന സ്ഥിതിവിശേഷമാണ്. ഫഅസർന ബിഹി നഖഅൻ, അവ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവ ഇളക്കി വിടുന്നു. നഖഅൻ, പൊടിപടലങ്ങൾ. അസാറത്തിൽ ഖൈലു, കുതിര ഇളക്കി വിടുന്നു. അൽ ഗുബാർ അൽ കസീഫ, ശക്തിയായ പൊടിപടലങ്ങൾ. ലിശിദ്ദത്തിൽ അദബി, ഓട്ടത്തിന്റെ ശക്തി അനുസരിച്ച്. ഫിൽ മൗദിഇല്ലദി അഗർന ബിഹി, ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അവിടെ പൊടിപടലങ്ങളാണ്. അതനുസരിച്ച് മറ്റൊന്നും കാണപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പൊടിപടലങ്ങൾ ശക്തിയായി അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് കുതിരയുടെ ഓട്ടം ചാട്ടം കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ ഈ കുതിരകൾ ഉണ്ടാക്കുന്നത് കാര്യമുണ്ട്. ഫവസത്ന ബിഹി ജംഅ, ഈ ശത്രുക്കൾക്ക് ഭയം തോന്നിക്കുമാറ് ഇവര് അവരുടെ മധ്യത്തിലായിട്ട് നിലകൊള്ളുക. അതായത് ഓടിക്കതച്ച കുതിരകളാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് ക്ഷീണിച്ചുകൊണ്ട് ഒഴിവായി നിൽക്കല്ല, ശത്രുവിന്റെ മധ്യത്തിൽ തന്നെ അവർ നിലകൊള്ളുക. വസത്തിന, അവര് ശത്രു മധ്യത്തിൽ നിലകൊള്ളുന്നു. ജമ്മൻ, ഒരുമിച്ച്. അപ്പോ ശത്രു മധ്യത്തിൽ ഒരുമിച്ച് അങ്ങനെ നിൽക്കുവാനും അത് അവിടെ വേണ്ടത് ചെയ്യുവാനും വേണമെങ്കിൽ ഈ ഇങ്ങനെ ക്ഷീണിച്ച കുതിരകളാവുമല്ലോ, ഓടിക്കതിച്ചുകൊണ്ട് ഓടുന്ന കുതിരകളാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ല എന്ന് വരും. അത് അങ്ങനത്തെ കുതിരകളല്ല, ശക്തിയായ കുതിരകൾ, ശക്തന്മാരായ കുതിരകളാണ്. അവര് എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇങ്ങനെ ഈ ഓടിക്കതച്ച സമയത്ത് പോലും ശത്രുവിനെ ഭയപ്പെടുത്താൻ അവർക്ക് കഴിയും. അങ്ങനത്തെ കുതിരകൾ, അത് ശത്രു മധ്യത്തിൽ വന്നുകൊണ്ട് തന്നെ. അൽഖൈലു തതവസ്സത്തുൽ അദുവ, ശത്രുവിന്റെ മധ്യത്തിൽ തന്നെ അവർ നിലകൊള്ളുകയാണ്. ഇപ്പൊ തുസീബുഹു, അപ്പോൾ അവർക്ക് എത്തിപ്പെടും ഭയവും ബിർറുഅബി വൽ ഫസാ, ഭയവും ഉണ്ടായി തീരും. ഈ
കുതിരകൾ ഇവരുടെ മധ്യത്തിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ. അപ്പൊ അഖ്സമ സുബ്ഹാനഹു വ തആല അള്ളാഹു സത്യം ചെയ്തു. ബി അഫ്സാമിൻ, പല സത്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്, 3 ജാതം സത്യങ്ങൾ. അത് അല ഉമൂരിൻ സലാസ, 3 കാര്യത്തിനാണ് സത്യം ചെയ്തത്. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന കുതിരകൾ. ഇങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന കുതിരകൾ, അതിനെപ്പറ്റി ആദ്യം പറഞ്ഞു. പിന്നെ തീപ്പൊരി പാറിപ്പിക്കുന്ന കുതിരകൾ, അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ പ്രഭാതത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന കുതിരകൾ, ഇത് 3 പറഞ്ഞു. പിന്നെ പറഞ്ഞത് പൊടിപടലങ്ങൾ സൃഷ്ടിക്കുന്നു, ശത്രുവിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന കുതിരകൾ. ഇങ്ങനെ 5 ആയത്തുകളാണ് ഇപ്പൊ പറഞ്ഞത്. 5 ആയത്തുകളിലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു, ഒറ്റവാക്കർത്ഥവും മറ്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താ? ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലക്കനൂദ്. ഇന്നൽ ഇൻസാനിൽ റബ്ബിഹി ലക്കനൂദ്, തീർച്ചയായും മനുഷ്യൻ റബ്ബിഹി, അവന്റെ രക്ഷിതാവിന് ലക്കനൂദും, നന്ദി കെട്ടവനാണ്. നന്ദികേട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് നന്ദികേട് പ്രവർത്തിക്കുക മനുഷ്യൻ ചെയ്യുന്നത്, നന്ദി കാണിക്കല്ല. നന്ദി കാണിക്കലാണ് മനുഷ്യന്റെ ബാധ്യത. മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അതാണ്. ആ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൽ ഇൻസാനല്ല ജാഹിദുന്റെ നിഅമി റബ്ബിഹി, മനുഷ്യൻ അവന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളുന്നവനാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച് തള്ളുന്നവനാണ്. അവൻ ശദീദുൽ കുഫ്രാനി, നന്ദികേട് കഠിനമായവനുമാണ് മനുഷ്യൻ. ഇത് അള്ളാഹു സത്യം ചെയ്ത് പറയാം. മാത്രമല്ല ഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും മനുഷ്യൻ, ഇന്നഹു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അലാ ദാലിക, ഈ നന്ദികേടിന്റെ മേൽ, ലശഹീദുൻ, അവൻ സാക്ഷിയുമാണ്. നന്ദികേട് പ്രവർത്തിക്കുന്നതിന്, ഇവൻ നന്ദികേട് ചെയ്യുന്നവനാണ് എന്നുള്ളതിന് അവൻ തന്നെ സാക്ഷിയാണ്. കാരണം എന്താ? അവൻ നന്ദികേടിന്റെ കാര്യങ്ങളെല്ലാം അവനിൽ വ്യക്തമായിട്ട് പ്രകടമായി കാണുന്നുണ്ട്. അതിന് നിഷേധിച്ചു തള്ളാൻ അവന് കഴിയില്ല. ഞാൻ നന്ദികേട് കാണിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നന്ദികേടിന്റെ ലക്ഷണങ്ങളാൽ അവനിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൽ ഇൻസാനല ഷാഹിദുൻ അലാ കുനൂദിഹി, നന്ദികേടിന് അവൻ തന്നെ സാക്ഷിയാണ്. മനുഷ്യൻ അവന്റെ നന്ദികേടിന് അവൻ തന്നെ സാക്ഷിയാണ്. ലാ യഖ്ദിറു അൻ യജ്ഹദഹു, അതിനെ നിഷേധിച്ച് തള്ളാൻ അവന് കഴിയില്ല. കാരണം ദുഹൂരി അസരിഹി അലൈഹി, അതിന്റെ അടയാളങ്ങളൊക്കെ അവനിൽ വ്യക്തമായി കാണാനുണ്ട്, പ്രകടമാണ് അതിന്റെ പേര്. പിന്നെ അതുമാത്രമല്ല, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, വഇന്നഹു, തീർച്ചയായും മനുഷ്യൻ, ലിഹുബ്ബിൽ ഖൈരി, ധനത്തോടുള്ള സ്നേഹത്തിൽ, ലശദീദുൻ, അവൻ ശക്തനായ കഠിനമാണ് അവന്റെ നിലപാട്. ധനത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവൻ വളരെയധികം ശക്തമായവനാണ്. ധനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ധനം ഒരുമിച്ച് കൂട്ടുവാനും ധനം ശേഖരിക്കുവാനും അവൻ അത്യാഗ്രഹിയാണ്. പിന്നെ ധനത്തോടാണെങ്കിൽ വളരെ പ്രേമം ഉണ്ട്, അവന് വളരെ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇന്നഹു ലശദീദുൽ ഹുബ്ബി ലിൽ മാലി, ശക്തമായ സ്നേഹമുണ്ട് അവന്, മനുഷ്യന് ധനത്തോട്. ഹരീസുൻ അലാ ജംഇ, അതിനെ ശേഖരിക്കുവാൻ അവൻ വളരെയധികം താല്പര്യമുള്ളവനാണ്, ഹരീസാണ്. അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കേണ്ടവനാണ്. അള്ളാഹുവിന് നന്ദിയോടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കേണ്ടവനാണ്. അതിന് പകരമായിട്ട് നന്ദിയില്ലായ്മയും നിഅമത്തുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടിലാണ് അവൻ. അതുകൊണ്ട് അവന്റെ നിലപാട് അങ്ങനെ. പിന്നെ അള്ളാഹു ഈ നിഅമത്തുകളെ, അവന്റെ മോശമായ പ്രവർത്തനങ്ങളെ
എണ്ണി പറഞ്ഞതിനു ശേഷം അള്ളാഹു അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് പറയാണ് അടുത്ത ആയത്തിൽ, 9-ാമത്തെ ആയത്തിൽ, അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ. അഫലാ യഅലമു, ഈ വിഡ്ഢിയായ മനുഷ്യൻ അറിയുന്നില്ലേ, ഇദാ ബുഇസിറ, ഇളക്കി മറിക്കപ്പെട്ടാൽ, മാഫിൽ ഖുബൂരി, ഖബറുള്ളിലുള്ളതിന്, ഖബറിലുള്ള മരണപ്പെട്ടു പോയ ആളുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു സമയം വരാനിരിപ്പുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് അവനെ ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അഫലാ യഅലമു ഹാദൽ ജാഹിൽ, ഈ ജാഹിൽ, ഈ വിഡ്ഢിയായ മനുഷ്യൻ അറിയുന്നില്ലേ, ഇദാ ഉസീറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളതിനെ പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ, അതാരാ പുറത്ത്, പിന്നെ ഓഹ്രിജ മാഫിഹ, ഖബറിലുള്ളതിനെ പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ, മിനൽ അംവാത്തി, അത് മരിച്ചവരാണ്. മരിച്ച് ഖബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? ഭീകരമായ അവസ്ഥകളാണ് ഖിയാമത്ത് നാളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ലേ? ഇവൻ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിഷേധിച്ചു തള്ളുകയും അതിന് പ്രകടമാകുന്ന സാക്ഷിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തെളിവുകളൊക്കെ അവൻ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ധനത്തിനോടാണെങ്കിൽ അവന് വലിയ പ്രേമമാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ അറിയുന്നില്ലേ ഖബറിലുള്ളതിനെ പുറത്തു കൊണ്ടുവരപ്പെടുകയും വഹുസ്സല മാഫി സുദൂർ, ഹൃദയത്തിലുള്ളതിനെ, രഹസ്യങ്ങളെ പരസ്യമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? വഹുസ്സല മാഫി സുദൂർ, പരസ്യമാക്കപ്പെടുക, വിളിക്ക് കൊണ്ടുവരപ്പെടുക. ഹുസ്സല എന്ന് പറഞ്ഞാൽ മാഫി സുദൂർ, മാഫിൽ ഖുബൂർ ഖബറിലുള്ളത്, മാഫി സുദൂർ ഹൃദയത്തിലുള്ളത്. ഹൃദയത്തിലുള്ളതിനെ വിളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച രഹസ്യങ്ങൾ അതിനെ പരസ്യമാക്കപ്പെടുക, അതെല്ലാം പരസ്യമാക്കപ്പെടും അന്നേ ദിവസം, ഏത് ഖിയാമത്ത് നാളിൽ. അങ്ങനെ ആവുമ്പോൾ 10-ാമത്തെ ആയത്ത്, 11-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന റബ്ബഹും, തീർച്ചയായും അവരുടെ രക്ഷിതാവ്, ബിഹിം അവരെ പറ്റി, യൗമഇദിൻ അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ, ലഖബീറും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവര് പ്രവർത്തിച്ചത്, ദുന്യാവിൽ വെച്ച് അവർ എന്തെല്ലാം പ്രവർത്തിച്ചോ ഇതിലെല്ലാം അറിയുകയും അതിന് തക്കതായ പ്രതിഫലം ഖിയാമത്ത് നാളിൽ അവർക്ക് നൽകുകയും ചെയ്യും. ഇത് അറിയാനുള്ള കഴിവ് ഈ വിഡ്ഢിയായ മനുഷ്യനില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സല മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അപ്പോൾ ഈ ആയത്തുകൾ, ഈ സൂറത്ത് 11 ആയത്തുകളും കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. മറ്റാർക്കെങ്കിലും ഈ സൂറത്തുകൾ, ഈ ഖുർആന്റെ ഇപ്പൊ നമ്മൾ ഓതിവെച്ച ആയത്തുകളും അതിന്റെ ആശയങ്ങളും മറ്റുള്ള ആർക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നേട്ടമാണ് എത്തിച്ചു കൊടുക്കുന്നവർക്കുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് വിനയത്തോട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.